ഈ ബൈബിൾ സ്റ്റഡിയുടെ 3-ാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു. കർത്താവായ യേശുവിന്റെ വഴി ഇതാണ്. പത്രോസിനോട് പറഞ്ഞു, നീ ദൈവത്തിന്റെ വഴിയല്ല മനുഷ്യന്റെ വഴിയാണ് ആലോചിക്കുന്നത്. ദൈവത്തിൻ്റെതല്ല മനുഷ്യന്റേതാണ് ആലോചിക്കുന്നത്. മനുഷ്യന്റെ ആലോചന പ്രകാരം ദൈവത്തെ സേവിച്ചാൽ പണമുണ്ടാകുക, അനുഗ്രഹമുണ്ടാകുക, അമേരിക്കയ്ക്ക് പോവുക, വലിയ കെട്ടിടം ഉണ്ടാക്കുക, അതൊക്കെയാണ് മാനുഷികം. അതിനെ കർത്താവ് വിളിക്കുന്നത് സാത്താന്യം എന്നാണ്. അതല്ല നീ ചെയ്യേണ്ടത്. തന്നെത്താൻ ത്യജിക്കുക, ക്രൂശെടുത്ത് കർത്താവിനെ അനുഗമിക്കുക, കഷ്ടതയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക, ആവശ്യമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി മരിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. ജീവനെ നീ കളഞ്ഞാൽ നീ അത് നേടും. കർത്താവിന്റെ വചനങ്ങൾ എപ്പോഴും ഐറണി എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ടതാണ്. അതായത് വിരോധാഭാസമാണ്. കർത്താവിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. നഷ്ടപ്പെടുത്തിയാൽ കിട്ടും, മരിച്ചാൽ ജീവിക്കും. ഗോതമ്പുമണി നിലത്തു വീണി ചത്താൽ ജീവിക്കും. ജീവനെ നഷ്ടപ്പെടുത്തിയാൽ തിരികെ ലഭിക്കും. അങ്ങനെ എപ്പോഴും നഷ്ടപ്പെടുത്തിയിട്ട് നേടുക, കളഞ്ഞിട്ട് തിരികെ പ്രാപിക്കുക, കൊടുത്തിട്ട് വാങ്ങുക. സാധാരണ മനുഷ്യൻ പറയും, നിന്റെ കയ്യിലുള്ള കാശ് സൂക്ഷിച്ചു വെച്ചാൽ നിനക്കത് ഉപകരിക്കും. കർത്താവ് പറയുന്നു, അതിനെ കളയുക, എങ്കിൽ നീ നേടും. സാധാരണ മനുഷ്യൻ പറയും, നിന്റെ ജീവനെ നീ സൂക്ഷിച്ചു കൊടുക്കുക. കർത്താവ് പറയും, നീ ജീവനെ കളയുക, എങ്കിൽ നീ അത് നേടും. ഗോതമ്പ് മണിയുള്ളത് സൂക്ഷിച്ചു വെക്കാൻ മറ്റുള്ളവർ പറയുമ്പോൾ അതിനെ നിലത്തിടുക, അത് ചാകട്ടെ, എങ്കിൽ ഏറെ വിളവ് കൊടുക്കുമെന്ന് കർത്താവ് പറയുന്നു. മനുഷ്യന്റെ വഴിയും ദൈവത്തിന്റെ വഴിയും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. മനുഷ്യൻ അല്പമായതിനു വേണ്ടി ശ്രമിക്കുന്നു. ഗോതമ്പ് മണി 1 മണി അവിടെ സൂക്ഷിച്ചു വെച്ചാൽ നല്ലതാണെന്ന് മനുഷ്യൻ പറയുന്നു. ആ 1 മണി നിലത്തിട്ടാൽ 100 മേനി വിളവ് കിട്ടുമെന്ന് ദൈവം പറയുന്നു. 1 ആണോ 100 ആണോ വലുത്? ജീവനെ സൂക്ഷിച്ചു വെച്ചാൽ നല്ലതാണെന്ന് പറയുന്നു. കർത്താവ് പറയുന്നു, അങ്ങനെയല്ല, നീ അതിനെ കർത്താവ് നിമിത്തം കളയുക, അപ്പോൾ നിനക്ക് മടക്കി കിട്ടുമെന്ന് പറയുന്നു. അങ്ങനെ വിരോധാഭാസത്തിന്റെ വഴിയാണ് ദൈവത്തിന്റെ വഴി, കർത്താവായ യേശുവിന്റെ വഴി. അത് മനുഷ്യന്റെ വഴിയല്ല. മനുഷ്യനെ ചില കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് തോന്നും, പക്ഷെ ദൈവം അതിനെക്കുറിച്ച് പറയുന്നു, സാത്താന്റെ ആലോചനയുമായി വിട്ടുപോകുക. പത്രോസിനോട് പറയുന്നു, നീ മനുഷ്യന്റെ വഴി ആലോചിക്കുന്നു. പത്രോസ് കർത്താവിനോട് പറയുന്നു, കർത്താവേ, നീ മിശിഹായാണ്, നിനക്കിങ്ങനൊന്നും വരരുത്. നീ യെരുശലേമിൽ പോകാതിരുന്നാ മതി. അഥവാ പോയാൽ തന്നെ ഒരു കാരണവശാലും അവിടെ ചെന്ന് ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും കയ്യിലാക്കപ്പെട്ട് അവരാൽ കൊല്ലപ്പെടുവാൻ ഇടയാകാൻ പാടില്ല. അതല്ല ശരിയായ വഴി. നിനക്കങ്ങനെ സംഭവിക്കരുത്. ഉടനെ കർത്താവ് പറയുന്നു, ഇത് മാനുഷികമായ ആലോചനയാണ്, അത് സാത്താന്യമാണ്, നീ എന്നെ വിട്ടു പോകുക. ദൈവമക്കളെ, നമ്മുടെ വഴികൾ ഏതു വിധത്തിലുള്ളതാണ്? അത് മാനുഷികമായ ആലോചനയാണോ അതോ ദൈവികമായ ആലോചനയാണോ? മാനുഷികമല്ലേ, സാത്താന്യമൊന്നുമല്ലല്ലോ എന്ന് നാം ധരിക്കുന്നെങ്കിൽ നമുക്ക് തെറ്റിപ്പോയിരിക്കുന്നു. ദൈവത്തിന്റെ ഹിതത്തിന് വിരുദ്ധമായത്, ദൈവിക പദ്ധതികൾക്ക് വിരുദ്ധമായത്, അത് സാത്താന്യമാണ്. ഇത് പറഞ്ഞതാരാണെന്നും കൂടെ നോക്കുമ്പോഴാണ് അതിലെ അത്ഭുതം മനസ്സിലാകുന്നത്. ഏതാനും നിമിഷം മുമ്പ് ദൈവത്തിൽ നിന്ന് വെളിപ്പാട് പ്രാപിച്ചവൻ, യേശു മിശിഹായാണ് എന്ന് ലോകത്തിൽ ആദ്യമായി ഏറ്റു പറഞ്ഞവൻ, ആ വ്യക്തിയാണ് മിശിഹ പോകേണ്ട വഴി ഇപ്പോൾ തെറ്റിച്ചു പറയുന്നത്. ദൈവത്തിൽ നിന്ന് മിശിഹായെ വെളിപ്പാടിനാൽ കണ്ടതായ പത്രോസിന് മിശിഹ പോകേണ്ട വഴി തെറ്റിയിരിക്കുന്നു. മിശിഹായുടെ ഭാവിയെ സംബന്ധിച്ച് തെറ്റിയിരിക്കുന്നു. മിശിഹായെ സംബന്ധിച്ച കാഴ്ചപ്പാട് തന്നെ തെറ്റിയിരിക്കുന്നു. ദൈവമക്കളെ, ഒരുപക്ഷെ നിങ്ങളെ കർത്താവിലേക്ക് നടത്തിയവർ അവരിപ്പോൾ പറയുന്നത് ദൈവാത്മാവിലായിരിക്കണമെന്നില്ല. ഒരു കാലത്ത് കർത്താവിന് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവർ ഇപ്പോൾ അവർ ദൈവാത്മാവിലാണ് എന്ന് നിങ്ങൾ കരുതണമെന്ന് നിർബന്ധമില്ല. ദൈവീക പദ്ധതികൾക്ക് വിരുദ്ധമായി ആരെപ്പോൾ പറഞ്ഞാലും അത് സാത്താന്റെ വചനങ്ങളാണെന്ന് മനസ്സിലാക്കണം. ഏതാനും നിമിഷം മുമ്പ് ദൈവത്തിന്റെ ആലോചന പ്രാപിച്ച് ദൈവത്തിൽ നിന്ന് സംസാരിച്ചു. ഇപ്പോഴിതാ അവൻ സാത്താനിൽ നിന്ന് സംസാരിക്കുന്നു. മനുഷ്യന് ഒരു വഴി ചൊവ്വായി തോന്നും, പക്ഷെ അത് നാശവഴിയായിരിക്കും, നാശത്തിലേക്കുള്ള വഴിയായിരിക്കും. അത് സാത്താൻ ഒരുക്കിയതായ പദ്ധതിയായിരിക്കും. ഇങ്ങനെ സാത്താന്റെ പിടിയിലേക്ക് നമ്മളെ നയിക്കുവാൻ വേണ്ടി സാത്താൻ പലപ്പോഴും ദൈവദാസന്മാരെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുവാറുണ്ട്. ദൈവത്തിന്റെ വഴി മനസ്സിലാക്കുവാൻ പഴയ നിയമത്തിലെ ചില കഥാപാത്രങ്ങളെ നാം നോക്കിയാൽ മതിയാകും. നല്ലൊരു ഉദാഹരണമാണ് ഗോത്രപിതാക്കന്മാരിൽ ഒരുവനായിരുന്ന യോസേഫ്. ദൈവം അവനോട് പറഞ്ഞു, സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും നിന്നെ നമസ്കരിക്കും. അതായത് അവന്റെ അമ്മയപ്പന്മാരും അവന്റെ സഹോദരങ്ങളും അവന്റെ മുമ്പിൽ നമസ്കരിക്കത്തക്ക വിധത്തിൽ അവൻ ഉന്നതനായി തീരുമെന്ന് കർത്താവാണ് പറഞ്ഞത്. അത് തികച്ചും ദൈവത്തിന്റെ വഴി തന്നെയായിരുന്നു, സംശയമൊന്നും വേണ്ട. മിശിഹ ഈ ലോകത്തെ അടക്കി ഭരിക്കും, അത് തികച്ചും ശരിയാണ്. പക്ഷേ ഈ ലോകത്തെ അടക്കി ഭരിക്കാൻ പോകുന്ന മിശിഹ ആ സിംഹാസനത്തിലേക്ക് പോകുന്നത് പത്രോസ് വിചാരിച്ചതുപോലെ രാജവീതിയിലൂടെയല്ല, അത് ക്രൂശിലൂടെയാണ്.
പാതാളത്തിലേക്ക് പോയിട്ടാണ്, അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ടാണ്. അത് കാണുവാനുള്ള കഴിവ് പത്രോസിനില്ലാതെ പോയി. യോസേഫ് സിംഹാസനത്തിലേക്കാണ് പോകുന്നത്. സിംഹാസനത്തിലേക്ക് പോകുന്നവൻ രാജവീതിയിലൂടെ എല്ലാവിധ പ്രൗഢിയോടും കൂടി പോകേണ്ടവനാണ്. പക്ഷെ അതല്ല ദൈവത്തിന്റെ വഴി. തീർച്ചയായും ദൈവം നിനക്ക് വേണ്ടി നന്മ കരുതിയിരിക്കുന്നു. പക്ഷെ ആ നന്മയിലേക്ക് നീ പോകുന്നത് നീ വിചാരിക്കുന്നത് പോലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരവസ്ഥയിൽ സന്തോഷകരമായിട്ട് ദുഃഖങ്ങളൊന്നുമില്ലാതെ അല്ല. യോസേഫിന് സ്വപ്നം കൊടുത്തത് ദൈവമാണ്. അതവന്റെ ജീവിതത്തിൽ നിറവേറുക തന്നെ ചെയ്യും. എന്നാൽ ആ സ്വപ്നത്തിന്റെ നിവൃത്തിയിലേക്ക് അവൻ പോയ വഴികൾ ആലോചിച്ചു നോക്കുക. ആദ്യം അവൻ പൊട്ടക്കിണറ്റിലെത്തി. ഏറെ താമസിയാതെ അവിടുന്ന് വലിച്ചു കയറ്റി. പിന്നീട് അവനെ അടിമയാക്കി വിറ്റു. ആ കാലത്തൊക്കെ ഒരുവൻ അടിമയായി തീർന്നു എന്ന് പറഞ്ഞാൽ പിന്നീട് ഒരിക്കലും രക്ഷപ്പെടുകയില്ല. അവൻ എന്നെന്നും അടിമയായി ഒരു മൃഗത്തെ പോലെ ജീവിക്കുക മാത്രമേ വഴിയുള്ളൂ. അങ്ങനെ അവൻ അടിമയായി വിൽക്കപ്പെട്ടു. എന്നാൽ മിസ്രയീം ദേശത്തെത്തിയപ്പോൾ ഒരു അടിമയേക്കാൾ അല്പം കൂടെ നല്ല നിലയിലൊക്കെയായി, ഒരു മാനേജരെ പോലെയായി. എങ്കിലും അവൻ അടിമ തന്നെയാണ്. പക്ഷേ നല്ല സ്വാതന്ത്ര്യം, നല്ല അനുഗ്രഹമൊക്കെ ഉണ്ടായി. ഒരുപക്ഷെ യോസേഫ് ചിന്തിച്ചു കാണും, ഇതാണ് ദൈവം പറഞ്ഞതായ അനുഗ്രഹം. ഞാൻ രാജാവാകുമെന്ന് പറഞ്ഞു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിക്കുമെന്ന് ദൈവം എന്നോട് വാക്കു പറഞ്ഞു. അതൊരു പക്ഷേ ഞാൻ ഈ മാനേജരായ കാര്യമായിരിക്കുമെന്ന് തോന്നാം. പക്ഷേ യോസേഫ് വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങൾ. അവിടെ നിന്ന് ഏറെ താമസിയാതെ അവൻ ജയിലിലെത്താനിടയായി. ആ കാലത്തൊക്കെ ഒരുവൻ ജയിലിലെത്തിയാൽ രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ്. വിചാരണ പോലും കൂടാതെ അനേക വർഷങ്ങൾ അവിടെ കിടന്നു എന്ന് വരാം. വിചാരണ തന്നെ ഒരു പ്രഹസനമായി പോയെന്ന് വരാം. വധശിക്ഷയ്ക്ക് പോലും വിധിക്കപ്പെട്ടു എന്ന് വരാം. നിസാര കാര്യത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുക എന്ന് പറയുന്നത് ആ കാലത്തെ സാധാരണ സംഭവം മാത്രമായിരുന്നു. വിചാരണ പോലും കൂടാതെ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വരിക എന്ന് പറയുന്നതും ആ കാലത്തെ സാധാരണ സംഭവമായിരുന്നു. അങ്ങനെ അവൻ ജയിലിൽ എത്തിച്ചേർന്നു. അവിടെ ഒന്ന് രക്ഷപ്പെടുമോ എന്ന് ഒന്ന് പ്രതീക്ഷിക്കാനുള്ള വക പോലും അവനില്ലാതെയായി തീർന്നിരിക്കുന്നു. എന്നാൽ സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും അവനെ നമസ്കരിക്കുമെന്ന് പറഞ്ഞത് ദൈവമാണ്. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അത് അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. പക്ഷേ ആ അനുഗ്രഹത്തിന്റെ അവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരുന്നതിന് മുൻപ് ഈ ബൈബിൾ സ്റ്റഡിയുടെ 3-ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു.